നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് അഗൈൻ ഒരു ചെറിയ റീഡിംഗ് ആണ് എടുക്കുന്നത്. ഞാൻ അധികം വലുതിടുന്നത്, ലോങ് ഇടുന്നില്ല. ഞാൻ ഫസ്റ്റ് നമ്മുടെ ജനറൽ റീഡിങ്ങിലും ഞാൻ യെസ് ആൻഡ് നോ ക്വസ്റ്റൻ ഇട്ടിരുന്നു. സോ അതേപോലെ ഇതിലും ചെയ്യാമെന്ന് വിചാരിച്ചു. സെയിം തിങ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചിന്തിച്ചോളൂ. ഓക്കെ, അത് ഇവിടെ യെസ് ആൻഡ് നോ ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തരാം. ഓക്കെ, നിങ്ങളെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചോളൂ. ലൈക്ക് ആ പേഴ്സണിന് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്താണ് വേണ്ടത്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, നമുക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിന് എടുക്കാൻ ശ്രമിക്കാം. സോ ഒരു 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുക്കാം. ലെറ്റ്സ് സീ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിന്തിച്ചോളൂ മനസ്സിൽ. അതിനുള്ള ഗൈഡൻസ് ഞാൻ ആൻഡ് പേഴ്സണൽ മെസ്സേജ് ലാസ്റ്റിൽ എടുക്കാം. ഓക്കെ, സോ ആദ്യം 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എടുക്കാം, ആൻഡ് ദെൻ പേഴ്സണൽ മെസ്സേജ് എടുക്കാം. ഇത് ആക്ച്വലി 3ഉം നിങ്ങൾക്ക് ചോദിക്കാം, അല്ല ഒന്നും മതിയെങ്കിൽ 1 ചോദിക്കാം, 2 നിങ്ങൾക്ക് ഫുൾ കേൾക്കാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വെച്ച് കേട്ടോളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു പേഴ്സണിൻ്റെ ഭാഗത്ത് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒരു സീരിയസ് ആയിട്ട് നിങ്ങളോടൊരു സ്നേഹമുണ്ടോ, ഫീലിങ്സ് ഉണ്ടോ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, യെസ്, ഇവിടെ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. അവർ കമ്മിറ്റ്മെൻറ്റ് തരാനും ആഗ്രഹിക്കുന്നുണ്ട്. അവർ കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വേറെയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട്, കുറച്ചുകൂടി അവർക്ക് പ്രയോറിറ്റി ഉള്ളത് വേറെയും എന്തെങ്കിലും ഉണ്ട് എന്നുള്ള രീതിക്കായിരിക്കും. ഓക്കെ, സോ അവർ ലൈക്ക് പല കാര്യങ്ങൾക്കും കൊടുക്കുന്ന പോലെയാണ്. സോ അവിടെ നിങ്ങൾക്ക് തരേണ്ട സമയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട ആ ഒരു എനർജി അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഓക്കെ, ഇവിടെ ആ ഒരു രീതിയിൽ കാണുന്നില്ല. ആൻഡ് ഇവിടെ എനിക്ക് കുറച്ച് സൈലൻസ്, അല്ലെങ്കിൽ കുറച്ചൊരു പേഴ്സൺ ഒരു മാറി നിൽക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ വിചാരിക്കുന്ന യെസ് പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് താല്പര്യമുണ്ട്, ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഓഫർ എന്തായാലും ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഇടുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന രീതി, അല്ലെങ്കിൽ എഫേർട്ട് അത് ഇത്തിരി കുറവാണ് ഇവിടെ. ഓക്കെ, ഒരല്പം സൈലൻസ് കാണുന്നുണ്ട്, കുറച്ച് മാറി നിൽക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ശരിക്കും ഇവർക്ക് ഫീലിംഗ് മേ ബി മനസ്സിൽ അടക്കി വെക്കുന്നു എന്നുള്ള രീതിക്കായിരിക്കാം. ഓക്കെ, പലതും അവർ തുറന്ന് പറയുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ എവിടെയോ ഒന്ന് മാറി നിൽക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സൈലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പേഴ്സൺ കുറേ അവനവൻ്റെ ഉള്ളിലേക്ക് വലിയുന്ന രീതിയിൽ കാണുന്നുണ്ട്. അതായത് അവർ ഉള്ളിൽ പലതും ഉണ്ട്. ഓക്കെ, മേ ബി പുറത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാതെ ആയിരിക്കാം, ഫീലിങ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആൻഡ് ഇവിടെ സൺ ഉണ്ട് തീർച്ചയായിട്ടും. സോ യെസ്, വളരെ പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, ആൻഡ് കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും എന്ന രീതി കൂടിയായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ വല്ലതും ഉണ്ടെങ്കിൽ വീണ്ടും ഒരു റിയൂണിയൻ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, റിയൂണിയൻ ഉണ്ടാവും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റൻ എന്ത് തന്നെയായാലും ആക്ച്വലി ഔട്ട്കം എനിക്ക് പോസിറ്റീവാണ് കാണുന്നത്. ഇപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാം, നിങ്ങളുടെ ഇടയിൽ സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടാവാം, ബട്ട് അത് ഓവറോൾ പിന്നീട് അത് ശരിയായിട്ട് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇവിടെ 9 കപ്സും ഉണ്ട്, ഡെത്ത് ഉണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനുള്ള സാധ്യതയാണ്, ഒരു ചേഞ്ചസ് വരുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരികയാണ്. ഓക്കെ, അങ്ങനെ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു സെപ്പറേഷനാണ്. ബിക്കോസ് എവിടെയോ പേഴ്സൺ അവനവൻ്റെ ഉള്ളിലേക്ക് പോയി ഒന്ന് ചിന്തിക്കുന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് വ്യക്തമായിട്ട് ഐ തിങ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും അവർ. എനിക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ക്ലാരിറ്റി തരും കാര്യങ്ങളെക്കുറിച്ച്. ആൻഡ് അവർ കുറച്ചുകൂടി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും കുറച്ചുകൂടി ബെറ്റർ ആവുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെക്കൻഡ്, നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ കൂടുതൽ അറിയാൻ, ഈ സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റനായിട്ട് ആലോചിക്കണമെങ്കിൽ ആലോചിച്ചോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് റീഡിംഗ് ആയിട്ട് എനിക്ക് വരുന്ന കാർഡ്സിൻ്റെ ഗൈഡൻസ് ഞാൻ തരാം. ഓക്കെ, ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഒരു നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂണിവേഴ്സ് എന്താണ് ഉത്തരം തരുന്നത്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, അവരുടെ ബന്ധത്തിനെ കുറിച്ച്. പ്ലീസ് ഗൈഡ് മീ. Ace of Swords, 9 of Cups, okay. Queen of Wands,
തേർഡ് പാർട്ടിയെ കുറിച്ചാണോ എന്നെൻ്റെ യെസ് 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 എൻ്റെ മനസ്സിൽ ഞാൻ പിക്ക് ചെയ്തത് തന്നെയായിരുന്നു. എനിക്ക് തോന്നിയത് നിങ്ങൾ ചോദിക്കുന്നത് കുറേ പേര് ഇവിടെ വേറെ ആരെങ്കിലും പേഴ്സണൽ ലൈഫിലുണ്ടോ എന്നായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് യെസ്, എനിക്ക് തേർഡ് പാർട്ടിയുടെ ഇൻഡിക്കേഷൻ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 2 എനർജി വന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആണ്, അല്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കാര്യം എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് ഇവിടെ കൺഫർമേഷൻ ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തനിച്ചായ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയി കാണാം, നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ടാവാം. സോ ഐ തിങ്ക് മേ ബി നിങ്ങൾ ചില സത്യങ്ങൾ ഓൾറെഡി അറിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കാം, ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. യെസ്, ഇവിടെ എനിക്കൊരു കൺഫർമേഷൻ ആണ് വരുന്നത്, തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. കാരണം 2 എനർജി വന്നിട്ടുണ്ട്, അങ്ങനത്തെ 3 ഓഫ് സോർട്സ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ മുമ്പിലാണ് ഷഫിൾ ചെയ്തെടുത്തത്. ആൻഡ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എനിക്ക് പിക്ക് ചെയ്താണ് എൻ്റെ കൂടുതൽ എനിക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ് കാരണം. അതിപ്പോൾ അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഓക്കെ, ഓൾറെഡി മാരീഡ് ഓർ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ഫാമിലി, സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ആവാം. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ ഒരു വേറെ റിലേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ മേ ബി അവർ ഫാമിലി തടസ്സങ്ങളാണെങ്കിൽ അതായിരിക്കാം, പാരൻസോ സിസ്റ്ററോ ബ്രദറോ അല്ലെങ്കിൽ ഈവൻ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആവാം. ഓക്കെ, സോ ഡോണ്ട് വറി, എല്ലാവർക്കും വേറെ ഇത് എന്നുള്ള രീതിയിൽ എടുക്കണ്ട. ഓക്കെ, സോ യെസ്, ഇവിടെ അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഐ തിങ്ക് നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, വേറെ ആരുടെയെങ്കിലും ഒരു കാരണം ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ യെസ്, തേർഡ് പാർട്ടിയുടെ ഒരു കൺഫർമേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. സോ യെസ് വന്നിട്ടുണ്ട്. നിങ്ങളെ പക്ഷെ അവർ കാണുന്നത് ഓക്കെ, നിങ്ങളോട് ആ ഒരു സ്നേഹമോ കെയറോ റെസ്പെക്റ്റോ എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ട്. ഈവൻ നിങ്ങളിപ്പോൾ ഒരു ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡിനോ വേണ്ടിയിട്ടോ വൈഫിന് വേണ്ടിയിട്ടോ ആണെങ്കിലും യെസ്, അവർ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു പ്രസൻസ് കൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുന്ന രീതിയിലും ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വളരെയധികം ആ ഒരു ഹാർട്ട് ബ്രേക്ക് എനിവേ തേർഡ് പാർട്ടി കാരണമാണ്. ഡെഫിനറ്റ്ലി 3 എനർജിയൊക്കെ വളരെ ഹൈ ആണ് വന്നിട്ടുള്ളത്. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന ആ ഒരു എനർജി ഉണ്ട് ഇവിടെ എനിക്ക്. തേർഡ് പാർട്ടി ആണ് റീസൺ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന രീതിക്ക് ഒന്ന് എടുക്കാം. ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ ഓക്കെ നിങ്ങളെ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും വേണം എന്ന രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിൽ റീയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട്. പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നത് ആയിട്ട് എവിടെയും ഏസ് ഓഫ് സോർട്സ് ആയിരുന്നു, ഇതും കിങ് ഓഫ് സോർട്സ് ഉണ്ട്. സോ എവിടെയോ പേഴ്സൺ ന്യായം ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യണം എന്ന രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റക്കായിട്ട് കാണുന്നുണ്ട് എനിക്ക്. സോ അവർക്ക് മേ ബി ആ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്കായിരിക്കും. സോ അവർ മാരീഡ് ആണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം സിറ്റുവേഷൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തേർഡ് പാർട്ടിയിൽ ഏതെങ്കിലും കാരണം കൊണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടിട്ടായിരിക്കും അപ്പോൾ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ചെറിയൊരു സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. അവർ പെട്ട് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നില്ല, അവർക്കൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ അറിയുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ബട്ട് യെസ്, അവരുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വരും, ഒരു ഡിസിഷൻ വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത് ഉറപ്പാണ്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന രീതിക്ക് തന്നെയാണ്. പക്ഷേ മേ ബി ചെയ്തു പോയ തെറ്റുകൊണ്ടായിരിക്കാം. ഓക്കെ, കാരണം എനിക്ക് നേരത്തെ എനിക്കിവിടെ ഫസ്റ്റ് നമ്മൾ ആദ്യം എടുത്തപ്പോൾ റിഗ്രറ്റിൻ്റെ ഒരു കാർഡ് ഞാൻ കണ്ടിരുന്നു. സോ അവർക്ക് എവിടെയോ കുറ്റബോധമോ റിഗ്രറ്റോ അവരുള്ളിൽ ഉണ്ടാവാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്തത്. ഓക്കെ, അവർക്ക് തെറ്റ് ഞാൻ ചെയ്തു എന്നറിയുന്നതുകൊണ്ടായിരിക്കാം, ആ ഒരു കുറ്റബോധം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ബട്ട് നിങ്ങളുമായിട്ട് റീസ്റ്റാർട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാനിങ് കാർഡാണിത്. സോ യെസ്, തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരൊരു സ്പേസ് എടുക്കുന്നുണ്ട്, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ബിക്കോസ് മേ ബി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനം ഡിസിഷൻ എടുക്കാനുള്ള ഒരു കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, മേ ബി മനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ കുറ്റബോധങ്ങളായിരിക്കും. സോ യെസ്, ആലോചിച്ച് അവർ തീരുമാനം എടുക്കാൻ ചിന്തിക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ബട്ട് സമയം എടുത്തേക്കാം. ഓക്കെ ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ആലോചിച്ചോളൂ. ഇത് എന്ത് റീഡിംഗ് ആണ്, ഇതെങ്ങനെയാണ് ഞാൻ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയോ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോകുന്നു. ഓക്കെ, ലെറ്റ്സ് സീ വട്ടെവർ ഇവിടെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അങ്ങനെ പോട്ടെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മോർ. വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പ്ലീസ്. ക്ലാരിറ്റി യൂണിവേഴ്സ്, ഗിവ് മീ ക്ലാരിറ്റി. അവരെ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യത്തിനെയോ അവരുടെ സിറ്റുവേഷനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്
Please give me cards. Okay, 5 wands, 10 of swords, death card, and stuck again. Okay, again stuck energy വരുന്നുണ്ട്. Confusion, juggling. Okay, everything is here. Okay. ഐ തിങ്ക് സിമിലർ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ അവസാനിച്ചോ എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. ഇവിടെ എനിക്ക് കോമ്പറ്റീഷൻ എനർജി കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ എൻഡിങ്ങിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്ന് കാണാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളെ ചതിച്ചു, ചീറ്റ് ചെയ്തു എന്നുള്ള രീതിക്ക് നിങ്ങൾ കണക്കാക്കുന്നുണ്ടാവും. എൻഡിങ്ങിൻ്റെ എനർജി ഉണ്ട് എനിക്കിവിടെ. പക്ഷേ ഈ സിറ്റുവേഷൻ അവസാനിച്ചിട്ടില്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദി എൻഡ്. ഓക്കെ, ഇതൊരിക്കലും എൻഡായിട്ട് എനിക്ക് കാണുന്നില്ല. ഇവിടെ അഗെയിൻ കുറച്ച് പേർക്ക് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആയിരിക്കാം തടസ്സം. ഓക്കെ, അഗെയിൻ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലീസ് തടയുന്ന രീതിയിലായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, സോ കൂടുതലും ആ ഒരു എനർജിയാണ് വരുന്നത്. പെട്ട് നിൽക്കുന്ന എനർജി ഇപ്പോൾ വന്നിട്ടുണ്ട്. യെസ്, അവർ സ്റ്റക്കാണ്, അവർക്ക് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ്. അവർക്ക് ചില കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ബാധ്യതകളായിരിക്കാം, എന്ത് തന്നെയായാലും ഫാമിലിയുടെ ഒരു വാക്ക് കേൾക്കണം എന്നുള്ള രീതിക്കായിരിക്കാം. സോ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എൻഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എൻഡിങ് മോസ്റ്റ്ലി ഞാൻ എൻഡിങ് എനർജിയാണ് പിക്കപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഇത് അവസാനിച്ചു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് ഒരു എൻഡിങ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഹോൾഡ് ബാക്ക് എനർജിയാണ് എനിക്ക് കാണുന്നത് കൂടുതലും. എൻഡിങ് എന്ന് പറയുന്നതിന് പകരം എനിക്കിവിടെ ഹോൾഡ് ബാക്ക് എനർജി ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളും കുറച്ച് മാറി നിൽക്കുന്നുണ്ടാവാം, പേഴ്സണൽ ലേശം മാറി നിൽക്കുന്നുണ്ടാവാം. ഇവിടെ ജഗ്ലിംഗ് കാണുന്നുണ്ട്. അഗൈൻ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് അവർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇമോഷണലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട്. അവർ അതുമാത്രമല്ല പല കാര്യം ചിലത് ഹിഡൻ എന്ന രീതിക്ക് വരുന്നുണ്ട്. സോ കുറച്ച് അവർ മേ ബി ഇമോഷൻസ് മറക്കുന്നതായിരിക്കാം, ഫീലിങ്സ് മറക്കുന്നതായിരിക്കാം. അവരും ഇമോഷണലാണ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ അഗൈൻ ചോയ്സ് എടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് ചോയ്സസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണം, എന്ത് വേണം, എങ്ങനെ മുന്നോട്ട് എന്താണ് വേണ്ടത് എന്ന് നല്ലോണം ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അവർ ഈ സിറ്റുവേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം, തിരിച്ച് വരണോ വേണ്ടേ, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് പാത്ത് ചൂസ് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന രീതിക്ക് ഉള്ള കൺഫ്യൂഷനാണ് ഇവിടെ. അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങൾ മനസ്സിൽ പോയിട്ടില്ല, ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ മനസ്സിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട, അതൊന്നും അല്ല കാണുന്നത്. അങ്ങനത്തെ ഒരു എനർജി അല്ല വരുന്നത്. ഓക്കെ, ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ യെസ്, അവർക്ക് തടസ്സങ്ങളുണ്ട്. നിങ്ങളെ ചൂസ് ചെയ്യുന്നതിൽ നിന്ന് തടസ്സമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് തടസ്സമുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരല്പം ഒന്ന് മാറി നിൽക്കുക, കുറച്ച് അകന്ന് നിൽക്കുക എന്ന രീതിക്കാണ് എനിക്ക് എനർജി കാണുന്നത്. സ്റ്റക്കായിട്ട് അഗെയിൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി തടയുന്നതായിരിക്കാം, സൊസൈറ്റി, കൾച്ചർ, നിങ്ങളുടെ റിലീജിയൻ, എന്ത് തന്നെയായാലും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. സോ തടസ്സങ്ങളുണ്ട്. ബട്ട് ഇവിടെ കൂടുതലും എനിക്ക് ബാക്ക് സ്റ്റാബിങ് എനർജി, നിങ്ങളെ ചതിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് ദാറ്റ് അവർ മറ്റുള്ളവരെ വാക്ക് കേട്ടു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പോയി റിലേഷൻഷിപ്പ് വോട്ടെവർ, എന്ത് തേർഡ് പാർട്ടി, എന്ത് കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഡെത്ത് കാർഡ് എപ്പോഴും നമുക്ക് ഇവിടെ ഡെത്ത് ആൻഡ് ന്യൂ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് നമ്മൾ എപ്പോഴും എടുക്കുക. ഓക്കെ, ഇതിനെ അങ്ങനെ നമ്മൾ കണക്കാക്കാറുള്ളൂ. ഒരു മാറ്റത്തിൻ്റെ സമയം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. സോ ഇവിടെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും. ഇവിടെ ഇതൊരു പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, ഇവിടെ ഒരു ചോയ്സ് എടുക്കുന്ന കാര്യമാണ്. ബട്ട് ആ ചോയ്സ് അവർ ആക്ച്വലി എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു പേഴ്സൺ നല്ല രീതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, എന്താണ് നല്ലത് എന്നൊക്കെ അവർക്ക് തിരിച്ചറിയും, അല്ലേ? സോ അവർ ആ ഒരു കറക്റ്റായ പാത്ത് ചൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇതെവിടെ എമർജൻസി, ആക്ച്വലി ഇത് വണ്ടിയുടെ കാര്യമാണ് നമ്മൾ പറയാറ്, ട്രാവലിങ്ങിൻ്റെ കാര്യം പറയും. ഇവിടെ ആംബുലൻസോ കാര്യങ്ങളോ എന്തൊക്കെയോ പോകുന്നുണ്ട്. ഓക്കെ, സോ സംവെയർ ഒരു എമർജൻസി എന്തൊക്കെയോ പോകുന്നുണ്ട് അവിടെ. എനിക്ക് എല്ലാം കൂടി ഒരു ഇൻറ്റ്യൂഷൻ എന്തൊക്കെയോ കയറി വരുന്നുണ്ട്, ഒരു ട്രാവലിംഗ് എനർജി. ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നു എന്ന് വരാം. പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ചിലപ്പോൾ പേഴ്സണെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ മനസ്സിൽ അവർക്ക് ഫീലിങ്സ് അത്രത്തോളം കൂടുമ്പോൾ ഓക്കെ, മേ ബി അവർക്ക് അടക്കി വെക്കാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് ഇടാം, ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം എന്നൊരു സാധ്യത എനിക്ക് തോന്നുന്നു.
നിങ്ങളെ ചൂസ് ചെയ്യും അവർ, ബിക്കോസ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് അബണ്ടൻസ് കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന വ്യക്തിയാണ്, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഈ ഒരു സിറ്റുവേഷൻ ഇതിപ്പോൾ യൂണിവേഴ്സായിട്ട് ചെയ്തതാണ്. ചില കാര്യങ്ങൾ ഐ തിങ്ക് ഇന്നലെയും റീഡിങ്ങിൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. ബിക്കോസ് ചിലത് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അത് നല്ലതല്ല. ഓക്കെ, അതുകൊണ്ട് സിറ്റുവേഷൻ അവിടെ മാറ്റം വരുത്തുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, ചില കാര്യങ്ങൾ ഹിഡൻ ആയിരുന്ന കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ടാവും, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടുവരുന്നുണ്ടാവും, നിങ്ങൾ തമ്മിലൊരു എൻഡിങ് എന്ന രീതി കൊണ്ടുവരുന്നുണ്ടാവും. ബട്ട് അത് എൻഡിങ് ഒരിക്കലും എൻഡിങ് ഒരിക്കലും എൻഡിങ്ങിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, അവിടെ സിറ്റുവേഷൻ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അതായത് എല്ലാവരും ഇപ്പോൾ തിരിച്ച് നമ്മൾ പേഴ്സണിനെ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജി ആയിരിക്കില്ല. നിങ്ങൾ പേഴ്സൺ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് വേണം ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, അവർ തിരിച്ച് വരാനുള്ളൊരു സാധ്യതയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എന്തെങ്കിലും അങ്ങനെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് യൂണിവേഴ്സ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അതിൻ്റെ ശേഷം എന്ത് ഡിസിഷൻ വേണം എന്നുള്ളത് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് മെസ്സേജസ് എടുത്തേക്കാം പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. Okay, don't wait around for me. Okay. Let's see. ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തിട്ട് ഒന്നിച്ച് വായിക്കണം. I'm disappointed in myself for letting you down. You're all I have ever hoped for. You're my dream person. കുറച്ചുകൂടി വായിക്കാം അല്ലേ? ഐ തിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ തോന്നുന്നത് ഇങ്ങനത്തെ മെസ്സേജസ്? ഓക്കെ, ഓക്കെ, നമുക്ക് തുമ്മൽ വരുന്നു എനിക്ക്. ട്രൈ. ഓക്കെ, ഗ്രേറ്റ്. ഐ ഫീൽ എം ടി വിത്തൗട്ട് യു എന്ന് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് നമുക്കിവിടെ. അതായത് അവർക്ക് നിങ്ങളില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ എം ടി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ലൈഫിലൊരു സന്തോഷമില്ല, അല്ലെങ്കിൽ ലൈഫിൽ അവർ പുറമേയൊക്കെ കാണിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഇത് മനസ്സിൻ്റെ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ആൻഡ് ട്രസ്റ്റ് ഇൻ ദിസ്. ഓക്കെ, കാരണം കാർഡ്സ് എപ്പോഴും പറയുന്നത് എനർജിയാണ് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, എനർജി പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലെ കാര്യങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ബട്ട് പുറമേ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് കുറച്ച് വ്യത്യാസമാണ്, അതും ഞാൻ പറയാം. ഓക്കെ, ഐ ഗിവ് ദാറ്റ് ഓൾസോ. ഇവിടെ നിങ്ങളില്ലാതെ അവർക്ക് വല്ലാതെ എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡോണ്ട് വെയിറ്റ് അറൗണ്ട് ഫോർ മീ എന്ന് അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി അധികം കാത്തിരിക്കണ്ട, നിങ്ങൾ മൂവ് ഓൺ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മേ ബി അവർക്ക് തന്നെ ഒരു തിരിച്ച് വരാൻ പറ്റുമോ ഇല്ല, ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ സ്റ്റക്കായിരിക്കാം. സോ അവർ പറയുന്നത് എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് നിങ്ങളെ വേണ്ടാഞ്ഞിട്ടല്ല. ഓക്കെ, പക്ഷെ മനസ്സിൽ എവിടെയോ അവർ അവരുടെ ഒരു എങ്ങനെ പറയാം, എന്നിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തോട്ടെ എന്ന രീതിക്കുള്ള ഒരു ചിന്തയുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വെയിറ്റ് അറൗണ്ട് ഫോർ മീ എന്ന് പറയുന്നുണ്ട്. അഗൈൻ ഈ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതായത് പേഴ്സൺ വരുന്നവരെ നിങ്ങൾ പ്ലീസ് വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക. ഓക്കെ, അവർ വന്നാൽ വരട്ടെ, അത് ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കരുത് എന്നാണ് എൻ്റെ അഡ്വൈസ്. ഓക്കെ, ഐ ആം ഡിസപ്പോയിൻറ്റഡ് ഇൻ മൈസെൽഫ് ഫോർ ലെറ്റിംഗ് യു ഡൗൺ. ഞാൻ പറഞ്ഞു അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട്. അവരുടെ ഉള്ളിൽ നിങ്ങളെ വിഷമിപ്പിച്ചതിൽ, വേദനിപ്പിച്ചതിൽ തീർച്ചയായിട്ടും അവർക്ക് കുറ്റബോധമുണ്ട്. അവർക്ക് അവനവൻ്റെ മേലെ അവർക്കറിയാം ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. യു ആർ ഓൾ ഐ ഹാവ് എവർ ഹോപ്പ് ഫോർ. യു ആർ മൈ ഡ്രീം പേഴ്സൺ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ അബണ്ടൻ്റ് ആയിട്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഓക്കെ, അവരെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കെയർ, സ്നേഹം, ഓക്കെ, നിങ്ങളുള്ളപ്പോൾ അവരുടെ ലൈഫ് വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. സോ എല്ലാം കൊണ്ടും നിങ്ങൾ അവരുടെ ഒരു ഡ്രീം പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. യു ആർ ദ ഫസ്റ്റ് തിങ് ഐ തിങ്ക് അബൌട്ട് വെൻ ഐ ഓപ്പൺ മൈ ഐസ്. എന്നെ കണ്ണ് തുറന്നാൽ, രാവിലെ കാലത്ത് എഴുന്നേറ്റ് ഫസ്റ്റ് കണ്ണ് തുറന്ന ഉടനെ ആദ്യം ഓർക്കുന്നത് നിങ്ങളെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല എൻ്റെ ഫീലിംഗിൽ ആക്ച്വലി നിങ്ങൾ ഈവൻ അവരുടെ സ്വപ്നത്തിൽ വരുന്നുണ്ടാവും എന്നുള്ള രീതിക്ക് തന്നെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. ഐ എം ഷുവർ അത് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഓർമ്മകളിൽ, അവരുടെ ഡ്രീംസിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ ഐ എം ട്രൈങ് ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ് ഫോർ യു. ഇവിടെ അവർ മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അവർ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേണ്ട ചേഞ്ചസ് വരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് എത്ര സമയം എടുക്കുമെന്ന് അവർക്കും അറിയില്ല, അത് യൂണിവേഴ്സിനെ അറിയുള്ളൂ എന്ന് പറയുകയാണ് മേ ബി. സോ അതുകൊണ്ടായിരിക്കാം വെയിറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നത്.
അവർക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ആവണം, നിങ്ങൾക്ക് വേണ്ടി ഒരു ബെറ്റർ പേഴ്സൺ ആവണം എന്ന രീതിക്കൊക്കെ ഉണ്ട്. പക്ഷെ അതിന് വേണ്ടി എത്ര സമയം എടുക്കുന്നു നിങ്ങൾക്കും പറയാൻ പറ്റില്ല അല്ലേ. സോ മൂവ് ഓൺ ചെയ്യൂ, ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ. അവർ ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു അവർ ഹീലായിട്ട് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുമ്പോൾ വന്നോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ, നോ മാറ്റർ ഹൗ ഹാർഡ് ഐ ട്രൈ മൈ തോട്ട്സ് ഓൾവേസ് വേ ബാക്ക് ടു യു. ആക്ച്വലി തോട്ട്സിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എത്ര അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും, നിങ്ങളെക്കുറിച്ച് ഓർക്കരുത് എന്ന് ചിന്തിച്ചാലും അവരുടെ ചിന്തകളിൽ നിങ്ങൾ തന്നെയാണ്. വീണ്ടും വീണ്ടും അവരുടെ ചിന്തകൾ നിങ്ങളിലേക്കാണ് തിരിച്ചു വരുന്നത്. ഐ ലവ്ഡ് യു മോർ ദാൻ ഐ ലെറ്റ് ഓൺ. ഓക്കെ, അവരുടെ ഫീലിങ്സ് അവർ ഫുള്ളായിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പലപ്പോഴും ശരിക്കും അവരുള്ളിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് സത്യമായിരിക്കും. മോസ്റ്റ്ലി എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇവിടെ അഗെയിൻ സിറ്റുവേഷൻ, സാഹചര്യം അനുസരിച്ച്, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സോ എനിവേ, നിങ്ങളോട് ഇവിടെ പറയുന്നത് അധികം കാത്തിരിക്കുകയൊന്നും വേണ്ട. കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിങ്ങൾക്ക് സ്നേഹം നിങ്ങളെടുത്ത് കളയാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ബട്ട് നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യൂ. ലൈഫിൽ കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കൂ. അങ്ങനെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ, ഈ പേഴ്സണിന് വേണ്ടി കാത്തിരുന്ന് കളയരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സിംഗിൾസ് ആണ്, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ ഈ സിംഗിൾ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ട്, വേറെ റിലേഷൻഷിപ്പ് വരുന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യൂ. ഇറ്റ്സ് ഓക്കെ. ഈ പേഴ്സൺ തിരിച്ച് വരുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം എന്ന് വെച്ചോളൂ. ഓക്കെ, എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.